ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ ഫില്ലിങ്ങോട് കൂടി ലെയറായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇഫ്താറിൻ്റെ സമയത്തായാലും അല്ലെങ്കിൽ വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ നല്ലൊരു ചായക്കടിയൊക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ, ഏത് സമയത്തായാലും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് മെൽറ്റായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാം. ഏകദേശം ആയി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടുമായി കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 മീഡിയം സൈസുള്ള ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ക്യാരറ്റിൻ്റെ ഒരു പച്ചച്ചൊക്കെ മാറിയിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടണം. ക്യാരറ്റ് നന്നായിട്ട് വെന്ത് കിട്ടിയാൽ ഇനി അത് പാനിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് മെൽറ്റായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് നെയ്യിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പഴമൊക്കെ നന്നായിട്ട് കളർ മാറി നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. പിന്നെ ഇതിലേക്ക് പഴം എടുക്കുന്ന സമയത്ത് പാകത്തിന് പഴുപ്പായിട്ടുള്ള പഴം എടുക്കുക. ഒരുപാട് പഴുപ്പ് കൂടിയതാകുമ്പോൾ അത്ര അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ പഴമൊക്കെ ഏകദേശം വഴന്ന് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു പിടുത്തം തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പഞ്ചസാരയൊക്കെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. ഇനി കുറച്ച് സമയം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. പഴമൊക്കെ നന്നായിട്ട് ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ആ ഒരു ഫില്ലിങ്ങിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. കൂടെ തന്നെ 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. സാധാരണ വെള്ളമാണ് കേട്ടോ, ചൂടുള്ള വെള്ളമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ 1 കപ്പ് നിറയെ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുള്ള ബാറ്ററാണ്. അപ്പോൾ ഈ ഒരു ലൂസിലാണ് കേട്ടോ ബാറ്റർ വേണ്ടത്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ 1.5 തവി മാവായിട്ട് ഇതുപോലെ ഒഴിച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കാം. അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗം ഒന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടും കേട്ടോ. കനം കുറഞ്ഞിട്ടുള്ള ദോശ ആയത് കാരണം പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ഇതേ രീതിയിൽ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. പിന്നെ ഒരു കാര്യം, ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാ ദോശയും ഇതേ രീതിയിൽ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ചെറിയൊരു ബാറ്ററും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 3 കോഴിമുട്ടയും അതുപോലെ തന്നെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. പഞ്ചസാര മധുരം നോക്കിയിട്ട് കുറച്ചൊരു മധുരം വേണം കേട്ടോ ഈ ഒരു ബാറ്ററിന്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്താൽ ഇനി നമ്മുടെ സ്നാക്ക് സെറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കടായിൽ ആദ്യം കുറച്ച് 1/2 ടേബിൾ സ്പൂൺ നെയ്യൊന്ന് താഴ്ഭാഗത്ത് ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ദോശയും ഈ ഒരു മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയിട്ട് താഴ്ഭാഗത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലേക്കായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. പിന്നെ അതിന് മുകളിൽ നമ്മൾ ആ ഒരു ദോശ മുട്ടയുടെ ബാറ്ററിൽ മുക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ ലെയറായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഓരോ ലെയറിൻ്റെ അടുക്കും ഇതുപോലെ ഫില്ലിങ്സ് വെച്ചിട്ട് ഇതുപോലെ ലെയറാക്കി എടുക്കാം. നമ്മൾ ചട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഉള്ളിലുള്ള ഫില്ലിങ്സ് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ പഴം വെച്ചിട്ട് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. വെറും തേങ്ങ നെയ്യിലിട്ടൊന്ന് പഞ്ചസാരയും ഏലക്കാപ്പൊടി ഇട്ടിട്ട് വറുത്തിട്ട് ചെയ്തെടുത്താലും നല്ല ടേസ്റ്റാണ്. ഇടയ്ക്ക് നട്ട്സ് ഉണ്ടായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാ ലെയറും ഇതുപോലെ സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി അവസാനത്തെ ലെയറിൽ ഇതുപോലെ കുറച്ച് ഫില്ലിങ്സും ഇതുപോലെ നട്ട്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കി വന്നിട്ടുള്ള മുട്ടയുടെ ബാറ്റർ സൈഡിലൂടെ മുകളിലൂടെയൊക്കെ ആയിട്ട് ഒഴിച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. നിങ്ങളെടുക്കുന്ന പാനിനനുസരിച്ചൊക്കെ ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് ആയപ്പോൾ തന്നെ കറക്റ്റായിട്ട് വെന്ത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി മുകൾ ഭാഗം ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നെയ്യ് സ്പ്രെഡ് ആക്കിയിട്ടുള്ള ഒരു പാനിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
മറ്റുള്ള ഒരു പാനിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കുമ്പോൾ കാണാനൊന്നും കൂടെ ഭംഗിയാണ്. പിന്നെ ഈ ദോശ ചുട്ടെടുത്ത സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിർബന്ധമൊന്നുമില്ല, ദോശയിലും കൂടി ചെറിയൊരു മധുരം ഉണ്ടാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആവുമെന്ന് മാത്രം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ഇഫ്താറിൻ്റെ സമയത്തായാലും അതുപോലെ തന്നെ വൈകുന്നേരം ചായയുടെ കൂടെ ആയാലും നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.